നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ട്രേ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് രണ്ടും എസ്എൽ അടിച്ചു. അതായത് നമ്മൾ എസ്എൽ ഹണ്ട് ചെയ്യാനാണ് നോക്കിയത്. പക്ഷേ നമ്മുടെ എസ്എൽ അവർ ഹണ്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ്, എന്ത് ചെയ്യാനാ. ഇന്ന് നമ്മൾ ഫസ്റ്റ് ട്രേ എടുത്തത് ക്രോംപ്ടൺ ഗ്രീവ്സിലായിരുന്നു കേട്ടോ. അത് ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിലാണോ, 10 മണിയുടെ ക്യാൻഡിൽ. 10 മണിയുടെ ഈ ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് അതിന് ശേഷം ആണ് ഞാൻ ഒരു എൻട്രി എടുത്തത്. അതിന് ശേഷം, അതായത് 10 മണിയുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിനുശേഷം 10:05 ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഒരു എൻട്രി എടുത്തു. അതിനുശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ തന്നെ എൻ്റെ എസ്എൽ അടിച്ചു. ഇവിടെ ഈ ഏരിയയിലായിരുന്നു എൻ്റെ എസ്എൽ. ഈ ലൈനൊക്കെ ഒന്ന് ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം. ഈ മേളിലത്തെ ഈ റെഡ് ലൈൻ കണ്ടോ, ഇതായിരുന്നു എൻ്റെ എസ്എൽ. ഞാൻ എൻട്രി എടുത്ത് അടുത്ത 5 മിനിറ്റിൽ തന്നെ എൻ്റെ എസ്എൽ അടിച്ചു. എനിക്കത് ലൈവ് റെക്കോർഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം ആ എസ്എൽ അത് നമ്മുടെ സെറ്റപ്പ് ഒക്കെ കറക്റ്റായിട്ട് വന്നതാണ്. പക്ഷെ ഇന്ന് മാർക്കറ്റ് ഒരു ഉണ്ടായിരുന്നല്ലോ, മാർക്കറ്റ് തിരിച്ച് താപ്പോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അത് നമ്മുടെ എൻട്രി നിന്നൊക്കെ ഒരുപാട് മുകളിൽ പോയിട്ടാണ് നമ്മൾ എസ്എൽ നമ്മൾ കറക്റ്റായിട്ട് ബുക്ക് ചെയ്ത് മാറിയത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ എൻട്രി എടുത്ത നുവാമ വെൽറ്റിലായിരുന്നു. നുവാമ വെൽറ്റ് നമുക്ക് കഴിഞ്ഞ ദിവസം നല്ലൊരു എൻട്രി ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ എൻട്രിയുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്നും നമുക്ക് നുവാമ വെൽത്തിൽ അതേപോലെ ഒരു എൻട്രി വന്നതാണ്. അപ്പോൾ എൻട്രി വന്നു, അത്യാവശ്യം നല്ല രീതിയിൽ ചിത്താപ്പെട്ട് 1:1 ഒക്കെ അടുത്തെത്തിയതാണ്. അതിന് ശേഷം വീണ്ടും തിരിച്ചു കയറി നമ്മുടെ എസ്എൽ അടിച്ചത്. ഇവിടെ ആയിരുന്നു നമ്മുടെ എസ്എൽ. ഇവിടെ നമ്മുടെ എസ്എൽ അടിച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്യാപിറ്റലിന്റെ 2% നമ്മൾ മാക്സിമം ലോസ് വെച്ചേക്കുന്ന ഒരു ദിവസത്തെ. അത്ര എത്തിയില്ല, പക്ഷെ ബ്രോക്കറേജും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 2% അടുത്ത് എത്തി. പിന്നീട് നമുക്കൊരു ട്രേഡ് ഇല്ല, അതുകൊണ്ട് അതങ്ങ് നിർത്തി. ഇന്ന് എസ്എൽ ഹണ്ട് ചെയ്യാൻ നോക്കി, നമ്മുടെ എസ്എൽ ഹണ്ട് ചെയ്യാണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളുണ്ടാവും. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. നമ്മുടെ ഇമോഷൻസ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഇമോഷൻസ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് എന്തായിരിക്കും നടക്കുന്നതെന്ന് പറയാൻ പറ്റും. 2% ഒതുങ്ങേണ്ട ലോസ് 5, 10, 15% കൊണ്ടെത്തും. ചിലർ ക്യാപിറ്റൽ തന്നെ വൈബോട്ടാക്കിയിട്ട് ഇറങ്ങി വരും. അപ്പം എസ്എൽ അടിക്കുന്ന ദിവസം, ഇതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള 2 എസ്എൽ, അതായത് നമ്മൾ എടുക്കുന്ന 2 ട്രേഡ് എസ്എൽ അടിച്ച് ഇരിക്കുന്ന ദിവസങ്ങളിൽ ഓർത്തോളുക, നാളെയും മാർക്കറ്റുണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ സിസ്റ്റം വർക്കാവുന്ന ദിവസമല്ല. ചെറിയ ലോസ്, മിനിമം ലോസിൽ ഇറങ്ങി രക്ഷപ്പെട്ടു പോവുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, ബൈ.